അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കണ്ടോ, മുഴുവനും കട്ട് ചെയ്തു. ഇതാണ് ഇവിടുത്തെ പരിപാടികൾ. സൂക്ഷിച്ചാൽ നമുക്ക് നല്ലതാണ്. അങ്ങനെ കമ്പന്തേനിയിലെ മനോഹരമായ മുന്തിരിത്തോട്ടങ്ങളും കണ്ട് ഇടതടവില്ലാതെ പഴുത്തു കിടക്കുന്ന മുന്തിരിക്കുലകളും തോട്ടത്തിൽ നിന്നും പറിച്ചെടുത്ത കലർപ്പില്ലാത്ത രുചിയിലുള്ള ഫ്രഷായ മുന്തിരി ജ്യൂസും കുടിച്ച് നമ്മളങ്ങനെ പളനിയിലേക്കുള്ള യാത്ര തുടർന്നു. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ പളനിയിലെത്തിയിരിക്കുകയാണ്. സുബ്രഹ്മണ്യ ഭഗവാനെ കാണാനായി ഈ പരിസരത്തേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് എനർജി നമുക്കെല്ലാവർക്കും അനുഭവപ്പെടും. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. ഇനി നമ്മുടെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ നമ്മൾ പളനിയുടെ അടിവാരത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് പറ്റിയ രീതിയിലുള്ള ഒരു റൂം സെറ്റാക്കി എടുക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് ഈ പളനിയുടെ അടിവാരത്ത് ഒരുപാട് ലോഡ്ജുകളുണ്ട്. നമ്മൾ സെന്തിൽ കുമാരൻ എന്ന് പറയുന്ന ഒരു ലോഡ്ജിലേക്ക് കയറി ചെല്ലുകയാണ്. റൂമിൻ്റെ വാടകയെപ്പറ്റി ലോഡ്ജിൻ്റെ മാനേജരുമായിട്ട് കുറച്ച് നേരത്തെ സംസാരത്തിന് ശേഷം 650 രൂപയ്ക്ക് നമുക്ക് മുറികളൊക്കെ വാടകയ്ക്ക് തന്നിട്ടുണ്ട്. ഒന്ന് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം രാത്രിയിൽ തന്നെ മല കയറി ഭഗവാനെ കണ്ട് തിരികെ ഞങ്ങൾ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. ചെറിയ രീതിയിൽ ഇന്ന് വിശ്രമിച്ചതിന് ശേഷം അതിരാവിലെ തന്നെ നമുക്ക് വേളാങ്കണ്ണിക്ക് പോകാനുള്ളതാണ്. ഇവിടെ നിന്നും വേളാങ്കണ്ണിക്ക് നല്ല ദൂരമുണ്ട്. ഒരു ദിവസത്തെ ഓട്ടം ഓടിയെങ്കിൽ മാത്രമേ നമുക്ക് വൈകുന്നേരത്തോടു കൂടി നമുക്ക് വേളാങ്കണ്ണിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് ഇവിടെ നിന്നും മാറേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ളവരെല്ലാം തന്നെ റൂം വെക്കേറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പളനിയിൽ ഇപ്പോൾ സീസൺ അല്ലായിരുന്നിട്ട് കൂടി നല്ല തിരക്കായിരുന്നു. ഇത്രയും നല്ല തിരക്കുണ്ടായിരുന്നിട്ടും ഭഗവാനെ നല്ല രീതിയിൽ കാണാൻ സാധിച്ചതിൻ്റെ സന്തോഷം എല്ലാവരുടെയും മുഖത്ത് തെളിഞ്ഞു കാണാം നമുക്ക്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പളനിയിലെ തിക്കിലും തിരക്കിലും പെട്ട് നമ്മുടെ കൂടെ യാത്രയ്ക്കായിട്ട് വന്ന ഒരു കൂട്ടുകാരൻ്റെ പോക്കറ്റ് അടിക്കപ്പെട്ടത്. തുടർച്ചയായ വർഷങ്ങളിൽ ഞങ്ങൾ പളനിമലയ്ക്ക് വരുന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ പളനി നടക്കുന്ന പരിപാടി. കണ്ടോ, പളനിയിൽ നല്ല തിരക്കുള്ള സമയമായിരുന്നു. അപ്പം പളനി അമ്പലത്തിൻ്റെ സമീപത്ത് വെച്ചാണ് ഇതുപോലെ. അപ്പം നമ്മുടെ ആൾക്കാരൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ഇത് കണ്ട, മുണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുണ്ടിന് അടിവശമുള്ള ആ നിക്കർ വരെ കട്ട് ചെയ്തിട്ടുണ്ട്. പൈസ ദൈവത്തിന് പോവില്ല. അപ്പം എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കണ്ടോ, മുഴുവനും കട്ട് ചെയ്തു. ഇതാണ് ഇവിടുത്തെ പരിപാടികൾ. സൂക്ഷിച്ചാൽ നമുക്ക് നല്ലതാണ്. പൈസ ഇട്ടതിനൊപ്പം തന്നെ അദ്ദേഹം നിക്കറിൻ്റെ പോക്കറ്റിൽ ഒരു വട്ടത്തിലുള്ള ചീപ്പ് ഇട്ടുണ്ടായിരുന്നു. കള്ളൻ പൈസ എടുക്കാനായി കൈയിട്ടപ്പോൾ ചീപ്പിലാണ് തടഞ്ഞത്. അതുകൊണ്ട് മാത്രം പൈസ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇതുപോലെ തിരക്കുള്ള സമയത്ത് പളനിമലയിൽ പോകുന്നവർ ഒന്ന് ജാഗ്രതയോടുകൂടി ഇരിക്കുന്നത് നല്ലതായിരിക്കാം. അല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വിലപ്പെട്ട വസ്തുക്കളൊക്കെ നമുക്ക് നഷ്ടപ്പെടും. എന്തായാലും ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വെളുപ്പിനെ തന്നെ ഞങ്ങൾ വേളാങ്കണ്ണിക്ക് തിരിക്കുകയാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ പളനിമല വളരെ മനോഹരമായിരിക്കുന്നു. എത്ര കണ്ടാലും നമുക്ക് പളനിമലയിലെ കാഴ്ചകൾ കണ്ടു മതിയാവില്ല. തൽക്കാലത്തേക്ക് ബൈ ബൈ.